അപ്പോൾ ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടിൽ നിന്ന് കുറച്ച് മഞ്ഞൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നടാമെന്ന് വിചാരിക്കുക. നല്ല മഞ്ഞളാണ്, നല്ല കാണുന്നുണ്ടോ? അപ്പോൾ ഇത് നടാൻ പോവാണേ. അപ്പോൾ നമുക്ക് നടാം. വാ, ഇവിടെ നട്ടാലോ? ഇവിടെ നടാം. അപ്പം ഞാനിവിടെ ഇച്ചിരി മണ്ണൊക്കെ കോരി വാരം തോണ്ടി കേട്ടോ, എന്നിട്ട് നമുക്കിത് നടാം. അപ്പം വാരം തോണ്ടാം. കട്ടിയാ, ഭയങ്കര കട്ടിയാ. അങ്ങനെ വൈശാഖേട്ടൻ വാരം തോണ്ടുന്ന സമയത്തിന് ഞാൻ അകത്തോട്ടൊന്ന് പോയിട്ട് തിരിച്ചു വന്നു. എന്താണ് ഭായി, കഴിഞ്ഞില്ലയോ? എവിടെയൊക്കെ നടന്നുണ്ട്? ഇവിടെ ഇത്രയോ? ഭയങ്കര കട്ടിയാ. ഈ വെയിൽ കൊണ്ട് തറ കട്ടിയായിട്ടിരിക്കുക. പൊളിച്ചെടുക്കാൻ ഇച്ചിരി പാടാ. നല്ല കട്ടിയായിരുന്നു, പാവം കുറേ കഷ്ടപ്പെട്ടു. ഒരു കാര്യം കാണിക്കാം നിങ്ങളെ. കണ്ടോ ഞങ്ങളുടെ ചെറിയ മാവ് കണ്ടോ? ചെറിയ മാവിൽ ഒരു കുല മാമ്പൂ കണ്ടോ? പക്ഷെ ഇത് കിളിക്കുമോ എന്നറിയത്തില്ല, എന്നാലും ഒരു സന്തോഷം ഈ ഒരു ചെറിയ മാവിൽ കണ്ടോ. വാഴയൊക്കെ ദാണ്ട് ഇവിടെ വരെ ആയി. കുറച്ച് പേര് ചോദിച്ചായിരുന്നു വാഴയും ചേനയൊക്കെ കിളിച്ചോന്ന്. ചേന ഇതുവരെയും കിളിച്ചിട്ടൊന്നുമില്ല, വാഴ ചെറുതായിട്ട് കണ്ടോ. രണ്ട് ടൈപ്പ് ഓമയ്ക്കയുണ്ട്. ഒരെണ്ണം കുറച്ച് വലിപ്പം ഉള്ളതും ഒരെണ്ണം വലിപ്പം കുറഞ്ഞതുമാണ്. വലിപ്പം കുറഞ്ഞതാണെങ്കിൽ നല്ല മധുരം ഉള്ളതാണ്. അങ്ങനെ കട്ടിയുള്ള ഭാഗം കൊത്തിക്കിളച്ച് മണ്ണ് കൂട്ടി കണ്ട പോച്ചയൊക്കെ ഇടഞ്ഞെടുക്കുക. എന്നാലും ഇത്രയാക്കി. വെൽ ഡൺ മൈ ബോയ്. വെള്ളം കുടിക്കാൻ. വെള്ളം നല്ല ദാഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് കിട്ടിയപ്പോൾ തന്നെ ഒരു കപ്പ് വെള്ളം ഒറ്റയടിക്ക് കുടിച്ചു തീർത്ത്. വെൽക്കം. നടാൻ അറിയാവോ? അതെ, ആശാനെ മരങ്കേറ്റം പഠിപ്പിക്കില്ല കേട്ടോ. നട്ടട്ടെ. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നട്ടാ മതിയോ? ഈ സാധനം നടന്നതെന്ന് വെച്ച് നാളെ കിളിച്ചു വരുത്തൊന്നുമില്ല. ഇനി ഇപ്പം ഇത് നട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓല ഇരിപ്പുണ്ട്, അതെടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ച് പിന്നെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴാണ് ഇയാൾ എഴുന്നേറ്റ് വരുന്നത്. അതുവരെ ഇവിടെ കിടക്കത്തേ ഉള്ളൂ, വെറുതെ ഇങ്ങനെ ഈ കവറിനകത്ത് കിടക്കുന്നതിൻ്റെ ഊട്ടി മണ്ണിനകത്ത് കിടന്നത്. പൊടിഞ്ഞു പോവോ ചിലപ്പം? ഇല്ലല്ല, വീട്ടിൽ നട്ടയാ, കടമനാട്ട് നട്ട്. കഴിഞ്ഞോ? ഇനി ഈ ഓലയും കൂടെ വിരിച്ചിടാം. വെള്ളം ഒഴിക്കണോ? ഒഴിച്ചില്ലാലും പ്രശ്നമൊന്നുമില്ല, വൈകിട്ടൊഴിക്കാം. എന്തായാലും വാഴയ്ക്ക് ഒഴിക്കുന്നില്ല. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓല എടുത്തുകൊണ്ട് വന്ന് ഞാൻ അതിൻ്റെ പുറത്തിട്ടു. ഇതിനകത്ത് എന്താ രണ്ടെണ്ണം, രണ്ട് കുട്ടിവാഴ അങ്ങനെ വന്നെയാണോ? ഞാൻ വിചാരിക്കുന്ന അന്ന് നട്ടതായിരിക്കും എന്ന് വിചാരിച്ച്. അവിടെ ഉണ്ടല്ലോ. ഇത് കൊള്ളാവേ, സമാധിയാക്കിയല്ലോ. മഞ്ഞളിനെ സമാധിയാക്കിയില്ലേ? കഴിഞ്ഞല്ലയോ? ചെയ്ത് ഞാൻ സമാധിയായി. വെയിലുണ്ട്. ഇന്നത്തെ വെയിലത്തെ പണി കഴിഞ്ഞ് ഇനി ഒന്ന് കുളിച്ചിട്ട് അടിച്ചേറ്റി അവിടെ കാണും വീണ് കിടന്നുറങ്ങാം. ഓക്കെ, ഗുഡ് നൈറ്റ്. മഞ്ഞളിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പൂപ്പൻ വന്നായിരുന്നു. അപ്പോൾ അപ്പൂപ്പന് ചൂട് കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ 5 പോയി കഞ്ഞിവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അപ്പൂപ്പന് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല വെയിലല്ലേ? ചൂടുണ്ടോ? കുഴപ്പമില്ല, ഞാൻ ആർച്ചായിരുന്നു. എന്തെടുക്കുവാ? ചക്കക്കുരു ചീര പരിപ്പ് കറി ഉണ്ടാക്കാൻ. ചക്കക്കുരു ചീര പരിപ്പ് കറി. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ ഫുൾ ടൈം റീൽസ് കാണല. എന്താ സുഖം. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് എൻ്റെ ട്യൂഷൻ സെന്ററിലേക്കാണ്. അവിടെ 10ാം ക്ലാസ്സിന് സെൻഡ് ഓഫ് ആയിരുന്നു. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ച കുട്ടികൾ. അങ്ങനെ കുട്ടികളുടെയും ഞങ്ങൾ ടീച്ചേഴ്സിന്റെ ഒക്കെ മെമ്മറീസ് ഷെയർ ചെയ്ത് നല്ലൊരു സെൻഡ് ഓഫ് ആയിരുന്നു. ഇത് യദു കൃഷ്ണൻ, അവൻ അവന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം അത് കേട്ടോണ്ടിരിക്കുക.
ഇതെല്ലാം അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. ഈ ചേച്ചിയുടെ കുഞ്ഞാവയ കയ്യിലിരിക്കുന്നത്, ഇതും അവിടുത്തെ ടീച്ചറാണ്. പിന്നെ കുട്ടികൾ അവരുടെ പ്രിൻസിപ്പലിനും പ്രിൻസിപ്പലിൻ്റെ വൈഫിനുമായിട്ട് ഒരു ഗിഫ്റ്റ് ഷെയർ ചെയ്യുണ്ടായി. അപ്പോൾ ഇവർ രണ്ടും അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനി കവർ തുറക്കുകയാണ്, എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നൂറിനാട്ട് യൂണിവേഴ്സൽ എന്നുള്ള ഒരു ട്യൂഷൻ സെൻ്ററാണ്. ഇവിടെ തന്നെയാണ് അഞ്ജുവും പഠിച്ചത്. അതിനുശേഷം ഇവിടെ പഠിപ്പിക്കാൻ വന്നു. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളുടെ കല്യാണമായി കഴിഞ്ഞപ്പോൾ ട്യൂഷൻ നിർത്തി. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ ആയപ്പോൾ പിന്നെയും അഞ്ജു പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അഞ്ജുവിൻ്റെ ആങ്ങളെ എല്ലാവർക്കും അറിയാമല്ലോ, അനന്തു. അപ്പോൾ അവനും ഇവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോൾ UK പോയപ്പോഴായിരുന്നു. പിന്നെ അവൻ പിന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ അഞ്ജു പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷവും പഠിപ്പിക്കുന്നുണ്ടാവാം എന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ ചോദിച്ചില്ല ഇതുവരെ, ചോദിക്കണം. അത് കഴിഞ്ഞ് അഞ്ജു വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ആശുപത്രി പോയിട്ട് വന്ന വഴിയാണിത്. ഇതിൻ്റെ ഇടയിൽ കൂടെ 3 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതും ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ തയ്യാറാക്കി. ഇതിൽ 3 കേക്കുള്ളത് 3 ധ്രുവത്തിലാണ് കൊടുക്കേണ്ടത്. ഒന്ന് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കണമെങ്കിൽ, ഒന്ന് തെക്ക് ഭാഗത്ത് കൊടുക്കണം, ഒന്ന് വടക്ക് ഭാഗത്ത് കൊടുക്കണം. അപ്പം ഈ 3 ഓടിയേം വേണം. പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവരെ ഇനി കൊണ്ടുവിടാൻ പോകണം. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ വ്ളോഗൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഇച്ചിരി വയ്യായ്മ ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ തുള്ളുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. എന്ത് പരിപാടിക്കും കൂടെ വയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുക. അപ്പോൾ കേക്കൊക്കെ കൊണ്ടു കൊടുക്കാൻ സമയമായി വരുന്നുണ്ട്. അപ്പോൾ അഞ്ജു ധൃതി വെച്ച് കേക്കൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞല്ലോ 3 ധ്രുവത്തിലാണെന്ന്. അപ്പോൾ ഞങ്ങൾ ധൃതി വെച്ച് ഇതൊക്കെ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.